ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് സ്കിന്നിലായാലും നമുക്ക് ഹെയർസിനായാലും നമ്മുടെ ഓവറോൾ ഹെൽത്തിനായാലും ഒക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മിനറലാണ് സിങ്ക് എന്ന് പറയുന്നത്. സോ സിങ്ക് ഡെഫിഷ്യൻസി കാരണം നമുക്ക് ബോഡിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, സിങ്ക് ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ അറിയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇതിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. സിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം വേണ്ട ഒരു മിനറലാണ്. ഇതൊരു എസെൻഷ്യൽ മിനറലാണ്. അതായത് നമ്മുടെ ബോഡിയിൽ സിങ്ക് സിന്തസിസ് ചെയ്യാറില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയും ഡയറ്റിലൂടെയും ഒക്കെയാണ് സിങ്ക് നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സിങ്ക് ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. പക്ഷെ സിങ്ക് ഡെഫിഷ്യൻസി പലരും തിരിച്ചറിയാറില്ല. സിങ്ക് നമ്മുടെ സ്കിന്നിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിനറലാണ്. അതായത് നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ്, ആക്നീസ്, ബ്രേക്ക് ഔട്ട്സ് ഇതൊക്കെ ഇതിന്റെയൊക്കെ സിവിയാരിറ്റിനെ കുറയ്ക്കാൻ വേണ്ടി സിങ്ക് മെയിൻലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസിൽ ഭയങ്കര അല്ലെങ്കിൽ സ്കിന്നിന് നന്നായിട്ട് ഡ്രൈ ആയി പോകാം, ഇങ്ങനത്തെ കേസസ് എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകാറുണ്ട്. അതിനോടൊപ്പം തന്നെ സിങ്ക് നമ്മുടെ ബോഡിയിലെ കൊളാജന്റെ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്ന സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലെ സ്കിന്നിലൊക്കെ വരുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും സിങ്ക് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില സ്റ്റീറോയിഡൽ ക്രീംസ് യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്ട്സ് വരുന്നവർക്ക് മെയിൻലി കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ്സിൽ വരുന്നതാണ് സിങ്കും വൈറ്റമിൻ സിയും കൂടി കമ്പൈൻ ചെയ്യുന്ന സപ്ലിമെന്റ്സ്. ഇത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതിനോടൊപ്പം തന്നെ സിങ്ക് എന്ന് പറയുന്ന ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതായത് റെഡ്നെസ്, സ്വെല്ലിംഗ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗ്, മുറിവുകളുണ്ടായാൽ അത് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനത്തെയൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ സൈഡ് എഫക്ട്സ്, ഇങ്ങനത്തെ ക്രീംസ് ഒക്കെ ഉപയോഗിച്ച് സൈഡ് എഫക്ട്സ് വരുന്നവർക്ക് ഇങ്ങനത്തെ സിങ്ക് സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തൊട്ട് സിങ്ക് എന്ന് പറയുന്നത് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ധാരാളം ഉള്ള ഒരു മിനറലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം സൺസ്ക്രീൻസ് ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കാണും. അതിലൊരു മെയിൻ ആയിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് തന്നെയാണ് സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു സിങ്ക് ഓക്സൈഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ലെയർ ആയിട്ട് ഇരിക്കാനും അതുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. സിങ്ക് എന്ന് പറയുന്നത് നല്ല വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും ആക്നീസ്, പിമ്പിൾസ്, ബ്രേക്ക് ഔട്ട്സ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും സിങ്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിനറലാണ് സിങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന സമയത്തൊക്കെ മെയിൻലി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് വൈറ്റമിൻ സി, സിങ്ക് വരുന്ന സപ്ലിമെന്റ്സ് ഒക്കെ. സോ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ സിങ്ക് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിനറലാണ് സിങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു മിനറൽ തന്നെയാണ് സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക് ഡെഫിഷ്യൻസീസ് കാരണം മെയിൽസിന് മെയിൻലി സ്പേമിന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. സോ സിങ്ക് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. അതിനോടൊപ്പം തന്നെ സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വളരെ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു മിനറലാണ്. മെയിൻലി നമ്മുടെ ബോഡിയിലെ തൈറോയിഡ് ഹോർമോണിന്റെ ഒക്കെ പ്രൊഡക്ഷന് മെയിൻ ആയിട്ടും വേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക് ഡെഫിഷ്യൻസീസ് കാരണം ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡിന്റെ പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഡൈജഷനും മെറ്റബോൾസും ഒക്കെ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു 300ഓളം എൻസൈംസിന്റെ ഫംഗ്ഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സിങ്കിന്റെ ആവശ്യം വളരെ അധികം ഉണ്ട്. സോ സിങ്ക് ഡെഫിഷ്യൻസീസ് കാരണം ഇങ്ങനെയുള്ള ബാലൻസിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എൻസൈം ഫംഗ്ഷൻസ് ഒന്നും നടക്കാതിരിക്കുകയും അത് കാരണം നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. തന്നെ മറ്റ് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനും സിങ്ക് ആവശ്യമുണ്ട്. സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മറ്റ് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനെ അത് എഫക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഐ ഹെൽത്ത്, കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മിനറൽ തന്നെയാണ് സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക് ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സിങ്ക് ഡെഫിഷ്യൻസി അങ്ങനെ ഒരുപാട് പേരൊന്നും തിരിച്ചറിയാറില്ല, അല്ലെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻസിയുടെ ടെസ്റ്റ് ഒന്നും അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്യണമെന്നില്ല. സോ സിങ്ക് ഡെഫിഷ്യൻസി മെയിൻ ആയിട്ട് അതിന്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ അലോപേഷ്യ ആൻഡ് ഹെയർ ലോസ് തന്നെയാണ്. അലോപേഷ്യ അതുപോലെ തന്നെ നമുക്ക് ഹെയർ ലോസ്, അതുപോലെ ഹെയർ തിന്നിങ്, ഇതൊക്കെ സിങ്കിന്റെ ഒരു ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാറുണ്ട്.
നമുക്ക് ഒരു ഹെയർ ഫോളോ അല്ലെങ്കിൽ ഹെയർ തിന്നിങ് ഒക്കെ വരുമ്പോൾ മെയിൻലി നമ്മൾ പല വൈറ്റമിൻസോ അല്ലെങ്കിൽ പല സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാറില്ല എന്താണ് റീസൺ. പലരും ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഹെയർ ഫോൾ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനത്തെ വൈറ്റമിൻസ് മിനറൽസിന്റെ ഡെഫിഷ്യൻസീസ് കാരണം ഉണ്ടാവാറുണ്ട്, ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാവാറുണ്ട്. സോ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ ഹെയർ ഫോളിന്റെ ആ ഒരു പ്രശ്നം മാറത്തുള്ളൂ. സോ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കാം. സിങ്ക് ഡെഫിഷ്യൻസിയുടെയും മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം തന്നെയാണ് ഹെയർ തിന്നിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മൂഡ് സ്വിങ്സ്. കാരണം നമുക്ക് പല ഹോർമോൺസിലും ഇങ്ങനെ ഇംബാലൻസ് വരുന്നത് കൊണ്ട് തന്നെ മൂഡ് സ്വിങ്സും ഇതിന്റെ ഒരു സിംറ്റംസിൽ വരുന്നതാണ്. അതുപോലെ വീക്ക്നെസ്, കഴിക്കാൻ വിശപ്പില്ലാതെ വരിക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരിക, അതുപോലെ തന്നെയാണ് ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാകുക. പിന്നെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള ഡ്രൈനെസ് ഉണ്ടാവുക. ഇതൊക്കെ സിങ്കിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാറുണ്ട്. പെയിൽ സ്കിന്ന് വരിക, നഖത്തിൽ ചെറിയ പാടുകൾ വരിക, വെള്ള പാടുകൾ ചിലരിൽ വരാറില്ലേ. സോ ഇതൊക്കെ സിങ്കിന്റെ ഡെഫിഷ്യൻസി കാരണവും ഉണ്ടാവാറുണ്ട്. ഇനി സിങ്ക് ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും? സിങ്ക് ഡെഫിഷ്യൻസി മെയിൻ ആയിട്ട് നമുക്ക് ഫസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞ ഫുഡാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സീ ഫുഡിൽ ധാരാളം സിങ്ക് കണ്ടന്റ് ഉണ്ട്. സോ ഇങ്ങനത്തെ സീ ഫുഡൊക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. രണ്ടാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്റ്സ് തന്നെയാണ്. സിങ്കിന്റെ ഒരുപാട് സപ്ലിമെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് സപ്ലിമെന്റ്സ് വരുന്നുണ്ട്. സിങ്ക് എന്ന് പറഞ്ഞാൽ സിങ്ക് ഗ്ലൂക്കോണേറ്റ്, സിങ്ക് സൾഫേറ്റ്, ഇങ്ങനെ പല ഫോംസിലാണ് സിങ്ക് സപ്ലിമെന്റ്സ് വരുന്നത്. സോ ഇങ്ങനത്തെ സപ്ലിമെന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ ഡോസ് ആവാനായിട്ട് പാടില്ല. കാരണം സിങ്ക് ഓവർ ഡോസ് ആയാലും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നോർമലി സിങ്കിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 92 മില്ലിഗ്രാം സിങ്ക് ആണ് പെർ ഡേയിൽ വേണ്ടത്. അപ്പൊ നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുകയാണെങ്കിൽ നോർമലി ഒരു 30 to 50 മില്ലിഗ്രാം സിങ്ക് എടുക്കുകയാണെങ്കിൽ മാത്രമേ അതിന്റെ അബ്സോർപ്ഷൻ നടന്ന് നമുക്ക് ഈ ഒരു ലെവലിൽ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആ ഒരു റേഞ്ചിൽ വരുന്ന സിങ്ക് സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സിങ്ക് എന്ന് പറഞ്ഞാൽ ഓവർ ഡോസിലേക്ക് പോകാനായിട്ട് പാടില്ല. അതായത് ഒരു 100, 140 ഇങ്ങനത്തെയൊക്കെ റേഞ്ചിൽ സിങ്ക് സപ്ലിമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഓവർ ഡോസ് ആയിട്ട് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിങ്ക് നമ്മുടെ നോർമൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള ആ ഒരു ഡോസിൽ സപ്ലിമെന്റ്സ് കഴിക്കുന്നത്, ഡെഫിഷ്യൻസി ഇങ്ങനെ വരുമ്പോൾ സപ്ലിമെന്റ്സ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ്ലി നിങ്ങൾക്ക് സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സപ്ലിമെന്റ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.